പേരോടൊക്കെ തന്നെ പ്രസംഗിച്ചു. പിന്നെ ഈ തൗഹീദിന്റെ ഒരു പുതിയ ജ്വരാണ് ഇപ്പൊ മൂപ്പർക്കൊക്കെ. ഇതാണ് തയ്യൽ മാമുട്ടി ബാവയ്ക്കൊക്കെ ഉണ്ടായത്. അതായത് ഒരു തൗഹീദ് വല്ലാതെ മൂക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ മശായിഖന്മാർ റസൂലൊന്നും വേണ്ട, അള്ളാഹ് നേരിട്ട്. അങ്ങനെ ഒരു തൗഹീദിന്റെ ഒരു ജ്വരപ്പം പിന്നെ ഈ പേരോടിനൊക്കെ വല്ലാതെ കൂടിക്കണ്ട്. അങ്ങനെയാണ് മൂപ്പർ പറഞ്ഞത് റസൂല് സഹായിച്ചു, ബദരീങ്ങൾ സഹായിച്ചു. അത് അള്ളാഹ് തന്നെയാണ് സഹായിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിലും അങ്ങനെ പറയാതിരിക്കുകയാണ് നല്ലേ. അങ്ങനെ പറഞ്ഞാൽ അത് കൺഫ്യൂഷനാണ്, അത് അദബുകേടാണ്. ചെറിയ കാര്യമല്ലത്. അറിയപ്പെട്ട ഇമാമിയങ്ങളും എല്ലാവരും ഇപ്പം ഇമാം അബൂ ഹനീഫ തങ്ങളെ ബൈത്ത് വറദത്ത ആയിന കതാദത്ത ബാദൽ അമ അങ്ങനെയൊക്കെയാണ് ഷഫൈത്തഹു ബി ശിഫാക്ക. നബിയെ തങ്ങൾക്കുള്ള ശിഫ എന്ന അധികാരം കൊണ്ട് അവർക്ക് തങ്ങൾ ശിഫ നൽകി, തങ്ങൾ ശിഫ നൽകിയെന്ന എത്ര വരികളാണ് അങ്ങനെ ഉള്ളത്. അത് അദബുകേടാണ് ആ പ്രയോഗം എന്നാണ് ഇപ്പൊ പേരോട് പറയണത്. ഇത് നിസ്സാര കാര്യമാണോ? ഇത് ഈ കുറ്റിക്കാട്ടിൽ സുബൈർ സക്കാഫി കണ്ടുകണോ? അപ്പൊ ഇവരിങ്ങനെ ഇറങ്ങി വന്ന് എന്തോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഏതൊരിടത്ത് നോക്കിയാലും സാവിയന്റെ പരിപാടി നമ്മൾ സംസാരിക്കണത്. പിന്നെ മൂപ്പരിതേമാതിരി തൗഹീദിന്റെ ആ വിവരണം കൂടിയിട്ട് എല്ലാവരും കേട്ടില്ലേ. അപ്പൊ അള്ളാഹു റസൂലിനോട് നമ്മൾ സഹായം തേടുന്നു, ഒരു ഇടപെടൽ മൂപ്പരിന്റെ അടുക്കും ഇങ്ങോട്ട് നിമിത്താക്കി. ഇവിടെ എല്ലാവർക്കും അറിയാം അള്ളയാണ് എല്ലാം. പക്ഷെ അള്ളാഹ് അവന്റെ മഹാന്മാർക്ക് അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇല്ല ഇല്ല എന്ന് പറയല്ലേ വേണ്ടി, അവർക്ക് കൊടുത്ത ഉണ്ട് എന്ന് പറയണ്ടേ. അള്ളല്ലേ പറയണേ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മൂസാ നബി ഈ സുലൈമാൻ നബി സഖർനാലോ ഹുരിയെ തജ്രീബി അംരിഹി ഹാദാ അത്വാഉന, അള്ളാഹ് പറയാനുള്ള നമ്മളെ കൊടുത്തിയാണ്. അപ്പോൾ ഇവിടെ അതേ സമയത്ത് മൂപ്പർ അങ്ങനെയല്ല. ഒരു രോഗം വന്നാൽ അതിന് നമ്മൾ അരിഷ്ടം കുടിക്കണം, അതൊരു നിമിത്തമാണ്. അതിന് നമ്മൾ ഡോക്ടറെ നിമിത്തമാണ്, മലക്കൾ നിമിത്തമാണ്, റസൂൽ നിമിത്തമാണ്. അപ്പോൾ ഈ റസൂൽ ഈ അരിഷ്ടമൊക്കെ ഒരു നിമിത്തം മാത്രം, അങ്ങനെയല്ലത്. അവരെ പുച്ഛിക്കുക. എന്നിട്ട് മൂപ്പർ പറഞ്ഞതാണല്ലോ. അതിന് ഉദാഹരണം പറഞ്ഞ നാടന്മാർക്ക് ക്ലാസ് എടുക്കുക. അതിൽ പിന്നെ ഒരു ഉദാഹരണം മൂപ്പർ പറഞ്ഞല്ലോ. ഒരു യുവാവ് വീട് പണി നടത്തുകയാണ്. അയാൾ വാപ്പോടെയാണ് ഒന്നിനും കഴിയാതെ കുഴഞ്ഞു കിടക്കണ വാപ്പാണ്. വാപ്പ വാട്ടർ ബെഡ് കിടക്കുകയാണ്, അനങ്ങാൻ പറ്റൂല. എന്നിട്ട് മൂപ്പര് പിന്നെയും പറയുന്നുണ്ട് ആ വാപ്പാക്ക് കല്ലെടുക്കാൻ പറ്റൂല, പിന്നെ ഇഷ്ടിക പൊതിക്കാൻ പറ്റൂല, മരം പിടിക്കാൻ കഴിയൂല. അങ്ങനെയുള്ള ആ കുഴഞ്ഞു കിടക്കണ വാപ്പ, ആ വാപ്പാനോട് ഈ മകൻ സഹായം തരണം, വാപ്പ വീട് പണിക്ക് സഹായിക്കണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നതുപോലെയാണ് റസൂലുള്ളാഹിനോട് നമ്മൾ സഹായം തരിക. ഇതൊക്കെ എത്രമാത്രം അബദ്ധമാണ്. ആ ഒരു ഈ മിസാല്, ആ ഒരു ഉദാഹരിക്കൽ തന്നെ കാളിയാവൊക്കെ പറഞ്ഞ ഇബാറത്തൊക്കെ വെച്ച് നോക്കിയാൽ രിദ്ദത്തിലേക്ക് ചെന്ന് ചേരുന്ന കലാമാണതൊക്കെ. അതല്ലല്ലോ റസൂല്. അള്ളാഹ് റസൂലിന് അള്ളാഹ് എല്ലാ അധികാരങ്ങളും കൊടുത്തല്ലേ. നേരെ മറിച്ച് ഇവിടെ കഴിവുള്ള വാപ്പുണ്ടല്ലോ. ഈ സാധാരണ ഉദാഹരണം എടുത്തോളി. സാധാരണ വീട് പണി നടക്കുമ്പോൾ ഇപ്പോൾ വീട്ടുപണിക്ക് കല്ലെടുക്കാനും പൈൻ്റെടുക്കാനും നനച്ചു കൊടുക്കാനും കായ് കൊടുക്കാനും എല്ലാത്തിനും തരപ്പെട്ട കുറേ വാപ്പാർ ഇവിടെ ഉണ്ട്. ഈ വാപ്പാർ ആരും കണ്ടില്ല, ഇയാൾ കണ്ടില്ല. ഇയാൾ റസൂലുള്ളാഹിനെ ഉദ്ധരിച്ചപ്പോൾ ഈ വാട്ടർ ബെഡ് കിടക്കുന്ന വാപ്പാനത്തൊക്കെ പോയത്. ഇതാണ് ഈ പേച്ച തൗഹീദ് കാര്യം. ഇതാ നമ്മൾ പറഞ്ഞ ലക്ഷണം ശരിയില്ല. ഇതാ നമ്മൾ പറയണേ. അല്ലാതെ പേരോടിന്റെ വീട്ടിലെന്തോ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. മൂപ്പരെ ഫാമിലിന്റെ വിഷയം നമ്മളെ ചർച്ചയല്ല, നമ്മളേക്ക് പോകണമില്ലല്ലോ. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ അടിസ്ഥാനമാണ്. ഇതല്ലേ നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ ഹബീബായ റസൂലുമായി ബന്ധപ്പെട്ട് പിശാചുവാദം കൊണ്ടത് സ്വപ്നം കണ്ടാൽ നോക്കി നിങ്ങൾ അത്ഭുതപ്പെട്ട നമ്മളൊക്കെ ഈ വാദം കേട്ടപ്പോൾ സത്യം പറയാം, നമ്മളൊക്കെ ആദ്യകാലത്ത് ഇപ്പം ഈ ഈക്കയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എന്നാലും നമ്മൾ ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയം വരുമ്പോൾ എല്ലാവരും സംസാരം ശ്രദ്ധിക്കും. അന്ന് ഈ സലാം സുല്ലമിന്റെ ഷാഫി മദ്ഹബ് പറഞ്ഞ പുസ്തകം വല്ലാത്തൊരു ഇടങ്ങേറുണ്ടാക്കിയൊരു പുസ്തകമാണ്. ഞങ്ങളൊക്കെ ഒന്ന് പണിക്കോട്ടുമ്പോൾ ദർസിലും അവിടെ ഇവിടെയൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പൊ അന്നൊക്കെ ഈ ആദർശരംഗം ചൂട് പിടിച്ച ടൈമാണ്. അതിലാണ് ഈ എടവണ്ണ സലാം സുല്ലമി. എടവണ്ണ സലാം സുല്ലമി എന്ന് പറഞ്ഞാൽ എടവണ്ണ അലവി ബാക്കവിന്റെ മോനാ. അയാളെ വാപ്പ മൂല്യരാ, ബാക്കവിയാണ് അയാള്. ബാക്കവി ബലങ്ങിലായി, മകൻ ഫുൾ ഓപ്ഷനിലായി. ഈ സലാം സുല്ലമി ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതി. അയാൾ നമ്മളെ കിതാബിലുള്ള ഓരോ ഉദ്ധരണിയാണ് ഇന്ത്യക്കൊക്കെ കൊണ്ടുവരുന്നത്. ഷാഫി മദ്ഹബ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഷാഫി മദ്ഹബിലാണ് റസൂലുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിന്റെ ചർച്ച കൊണ്ടുവരുന്നത്. സ്വപ്നം തെളിവല്ല. ഇനി റസൂലിനെ കണ്ടാൽ സ്വീകരിക്കണമെങ്കിൽ സ്വഹാബിയാകണം. അങ്ങനെ തുടർന്നിട്ടുള്ള ചർച്ച. ഇതൊക്കെ വന്ന് ആകെ രംഗം വഷളാകുമ്പോൾ അന്ന് പൊന്മാന്റെ പുസ്തകം ഇറങ്ങണത്. ചൂടോടുകൂടി മറുപടിയാ. പേരൻ തന്നെ അതിൽ ശക്തമായിട്ട് ഗണ്ണിച്ച് ഉഷാറ് കണ്ണന.
അന്ന് പൊന്മള അബ്ദുൽ ഖാദറിയുടെ ബുക്കിൽ നടത്തി. എന്നാൽ ആ സലാം സുലൈമി പറഞ്ഞ അതേ വാക്ക്, സക്കരിയ സ്വലാഹി പറഞ്ഞ അതേ വാചകം ഹുസൈൻ സലഫി ഇന്നും ബാധിച്ചുകൊണ്ടിരിക്കുന്ന വാദം സുന്നി ചെയ്യുന്ന പേരോട് പറയാണല്ലോ. ഇന്നിപ്പോൾ സാധാരണക്കാരൊന്നും റസൂലിനെ കണ്ടിട്ട് ഉറപ്പിച്ചാൻ പറ്റൂല. ഓലൊക്കെ വിട്ട് സലാത്തൊക്കെ വിട്ട് ഫാറൂഖ് നൈമിയൊക്കെ മുമ്പ് സലാത്ത് ലീച്ചാണ് സ്വപ്നം കാണുന്ന പരിപാടി. ഒരു പ്രസംഗവും ഇല്ല, ഒരു സലാത്തും ഇല്ല. ഇവിടെ ഇടക്കാലത്തൊക്കെ ഏൽപ്പിക്കാരൻ സ്വലാത്തിനെ പെരുപ്പിച്ചുള്ള സംഭവങ്ങളൊക്കെ മറ്റേ വിട്ട്. കാരണം ഈ ശൈത്താനെ കാണാൻ സ്വലാത്തനാണോ? ഈ സ്വലാത്തൊക്കെ ചെല്ലിട്ട് കണ്ടിട്ട് കാര്യമില്ല, ഉറപ്പില്ലല്ലോ ഇപ്പം ഇത്. മാത്രമല്ല ആര്യമായിട്ടും കാര്യമില്ല. റസൂലുള്ളാഹിന്റെ എല്ലാ സിഫത്തും തിരിഞ്ഞ് സ്വഹാബത്തിനെ പോലെ ആകണം എന്നാണ്. അങ്ങനെയുള്ള ഒരാൾ പിന്നെ മുഷാവറ തന്നെ ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ, റസൂലുള്ളാഹിന്റെ സിഫാത്ത് എന്ന കുട്ടിക്ക് ആമിനാബീനെ മടിത്തട്ട് മുതൽ ആയിഷാബീനെ മടിത്തട്ടിൽ കടന്ന് വഫാത്താണ് വരെയൊക്കെ റസൂല. അതൊക്കെ മുത്തുനബിന്റെ ഓരോ സംഭവങ്ങളാണ്. അതിൽ എന്തൊക്കെ രൂപങ്ങൾ റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം കൂടി എഴുതി വെച്ച് കിതാബുണ്ടോ? ഏതൊരു കാലത്ത് റസൂലുള്ളാഹിക്ക് താടി ഉണ്ടായി, താടിയിൽ ഇത്ര നരച്ചരോമം ഉണ്ടായി. അത് മാത്രമല്ല റസൂല്, കുട്ടിക്കാലത്ത് താടി ഇല്ലല്ലോ. അപ്പൊ പല വസ്തു ഇതെല്ലാം കൂടി എഴുതി വെച്ച് സിഫാത്തിന് കിതാബ് കൂടെയുള്ളത്. ഇനി സിഫാത്ത് ഇത് റസൂലിനെ നേരിട്ട് എന്റെ സഹാബിക്ക് തന്നെ റസൂലുള്ളാഹിന്റെ വാക്കില്ലെങ്കിൽ ഓൽക്ക് ഉറപ്പിക്കാൻ പറ്റൂല. എന്നെ കണ്ടങ്ങൾ ഉറപ്പിച്ചോളിന്ന് റസൂല് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ സഹാബി പെടും. ആ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പൊന്മള ഖാദറുല്ലയിൽ ഗണ്ണിക്കുന്നത്. പക്ഷെ ഈ വാദം പേരോട് നടന്ന് പ്രസംഗിച്ചു. എന്തായി ഇപ്പം ഒരാൾ പ്രതികളെ പൊന്മള അടക്കുന്ന ഹയാത്തിലുണ്ട്, മിണ്ടിയില്ല. ഈ കുറ്റിക്കാട്ടൂർ സുബൈർ സക്കാഫി കേൾക്കണില്ലേ? മിണ്ടുണ്ടോ? മിണ്ടണില്ല. ഇതാ നമ്മളെ ദാവിയന്റെ പ്രസംഗത്തിൽ ഇതല്ലേ നമ്മുടെ ഒരു കാലം. നമ്മളെ മങ്കൂസ് മൗലൂദിലുള്ള വിഷയം വളരെ വ്യക്തമല്ലേ? അതിനെ വരെ മാറ്റി തിരിച്ചെൻ്റെ ഗതിക്ക് വന്നു. ഇങ്ങനെ തുടങ്ങി പിന്നെ പല പുത്തൻ വാദങ്ങളും അടിക്കടി ഇവർ കൊണ്ടുവന്ന് ഇത് തിരുത്തണ്ടിയല്ലേ? ഇത് വളരെ വ്യക്തമായ വിഷയം. ഇത് സലാം സുലൈമി പറഞ്ഞ വാദം പേരോട് പറയണേ. അതല്ലേ ഇപ്പൊ മുജാഹിദുകൾക്ക് വലിയ ആവേശമായല്ലോ. ഓലിങ്ങനെ വരികയല്ലേ? അല്ല, ഓല് പറഞ്ഞ പേരോട് നന്നാകുന്നുണ്ട്.